നമസ്കാരം. ഇറാന് നേരെ അമേരിക്കയും ഇസ്രായേലും സംയുക്തമായി നടത്തുന്ന ആക്രമണത്തിനിടെ കഴിഞ്ഞ ദിവസം അമേരിക്കയുടെ 3 F-15 ഇനത്തിൽപ്പെട്ട വിമാനങ്ങൾ തകർന്നു വീണ സംഭവം വലിയ വാർത്തയായി മാറിയിരുന്നു. ഇത് തങ്ങൾ വെടിവെച്ചിട്ടതാണ് എന്നുള്ള അവകാശവാദവുമായൊക്കെ തന്നെ ഇറാൻ രംഗത്തെത്തിയിരുന്നുവെങ്കിലും പിന്നീട് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഇത് കുവൈറ്റ് സൈന്യത്തിന് തന്നെ സംഭവിച്ച ഒരു പിഴവ് കൊണ്ടാണ് ഈ ഒരു സംഭവം ഉണ്ടായത് എന്നാണ്. അതായത് അവർക്ക് വെച്ചെന്ന തെറ്റായ സന്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിൽ ആണ് ഈ ഒരു സംഭവം നടന്നത്. അതല്ലാതെ ഇറാൻ ഈ സംഭവവുമായി ഒരു ബന്ധവുമില്ല എന്നാണ്. ഈ അപകടത്തിനിടയിലുണ്ടായ ഒരു കാര്യം ഇപ്പോൾ വലിയ തോതിൽ വൈറലായി മാറിയിരിക്കുന്നു. വളരെ രസകരമാണ് ആ സംഭവം. ഈ വിമാനം അപകടത്തിൽപ്പെടുന്നു. ഈ യുദ്ധവിമാനത്തിലെ പൈലറ്റ് പാരച്യൂട്ടിൽ സുരക്ഷിതനായി നിലത്തേക്ക് ഇറങ്ങും. ഏതായാലും ഈ പൈലറ്റിനെ കണ്ട നാട്ടുകാർ കയ്യിൽ കിട്ടിയ ആയുധങ്ങളുമായി ഈ പൈലറ്റിനെ വളയുകയാണ്. ഒരാളുടെ കയ്യിൽ വലിയൊരു ഇരുമ്പ് വടിയും കാണാൻ കഴിയും. അവർ ശരിക്കും കരുതിയത് ഇത് ഇറാൻകാരനായ പൈലറ്റാണ് എന്നാണ്. അങ്ങനെ ശരിക്കും ഈ പൈലറ്റിനെ ഇവർ ആക്രമിക്കാനായി വരുമ്പോൾ അദ്ദേഹം അവരോട് പുറകോട്ട് മാറി നിൽക്കുന്നു അദ്ദേഹം വിളിച്ച് പറയുന്നത് നമുക്ക് ആ വീഡിയോയിൽ കേൾക്കാൻ കഴിയും. പിന്നീടാണ് അദ്ദേഹം പറയുന്നത്, ഞാൻ അമേരിക്കൻ പൈലറ്റാണ്, ഞാൻ ഈ അമേരിക്കൻ വ്യോമസേനയിലൊരു പൈലറ്റാണ്, അങ്ങനെ ഈ ഒരു വിമാനം അപകടത്തിൽപ്പെട്ടത് കൊണ്ടാണ് ഞാനിങ്ങനെ താഴേക്ക് ചാടി രക്ഷപ്പെട്ടതാണെന്നൊക്കെ അവരോട് വളരെ അദ്ദേഹം സൗമ്യമായി തന്നെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുകയും പെട്ടെന്ന് തന്നെ ഈ കലി കൊണ്ട് എത്തിയ ഈ ആൾക്കൂട്ടം വളരെ സ്നേഹത്തോടെ അദ്ദേഹത്തെ സ്വീകരിക്കുന്നത് പിന്നെ വളരെ സൗമ്യമായി പെരുമാറുന്നതൊക്കെയാണ് ഈ വീഡിയോയിൽ കാണാൻ കഴിയുന്നത്. യുദ്ധത്തിനിടയിൽ പലപ്പോഴും ഇത്തരത്തിലുള്ള സംഭവങ്ങളൊക്കെ യാദൃച്ഛികമായി സംഭവിക്കാറുള്ളതാണ്. എങ്കിൽ പോലും ഇത് സംബന്ധിച്ച ഈ കഥ, ഈ വീഡിയോ ഒക്കെ തന്നെ വലിയ തോതിൽ വൈറലായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ് സമൂഹ മാധ്യമങ്ങളിൽ. ഏകദേശം $90 ദശലക്ഷം വില വരുന്നതാണ് ഈ F-15 വിമാനം എന്ന് ഓർക്കുക. അമേരിക്ക അവരുടെ F-22, F-35, F-16 തുടങ്ങിയ ഇനത്തിൽപ്പെട്ട എല്ലാ യുദ്ധവിമാനങ്ങളും ഇപ്പോൾ ഇറാന് നേർക്കുള്ള ആക്രമണത്തിനായി ഉപയോഗിക്കുകയാണ്. പക്ഷേ ഈ ഓരോ വിമാനങ്ങളും നമുക്ക് വിലമതിക്കാനാവാത്ത തരത്തിലുള്ള അത്രയും വില കൂടിയതാണ്. പക്ഷേ പല വിമാനങ്ങളും തകർന്നു വീഴുന്നതൊക്കെ യുദ്ധഭൂമിയിൽ സാധാരണ ഒരു കാര്യമാണ്. എങ്കിലും ആ പൈലറ്റിനെ പെട്ടെന്ന് തന്നെ നാട്ടുകാർ കൈവയ്ക്കാതെ വാസ്തവം തിരിച്ചറിഞ്ഞപ്പോൾ ആ സ്നേഹിക്കുന്ന കാഴ്ച നമുക്ക് ശരിക്കും വളരെ രോമാഞ്ചത്തോടു കൂടി മാത്രമേ കണ്ടു നിൽക്കാൻ കഴിയുകയുള്ളൂ. മാത്രമല്ല, ഇത്തരത്തിൽ താഴെ വീണ ഒരു F-15 യുദ്ധവിമാനത്തിലെ വനിതാ പൈലറ്റിനോട് നാട്ടുകാർ വളരെ സ്നേഹത്തോടെ പെരുമാറുന്നൊരു ഒരു വീഡിയോ നേരത്തെ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. എല്ലാവരും ചുറ്റും കൂടിയിട്ട് അവരോട്, ഒരു സ്ത്രീയാണ്, വനിതാ പൈലറ്റാണ്, അവരോട് ചോദിക്കുകയാണ്, ഞങ്ങൾ നിങ്ങൾക്ക് എന്തെങ്കിലും സഹായം ചെയ്തു തരേണ്ടതുണ്ടോ, ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത് എന്ന് ചോദിച്ചുകൊണ്ട് വളരെ സ്നേഹത്തോടെ, കാരണം തങ്ങളുടെ രാജ്യത്തെ തങ്ങളെ രക്ഷിക്കാൻ വേണ്ടി വന്ന ഒരു സൈനിക വിഭാഗത്തിലെ വിമാനത്തിൻ്റെ പൈലറ്റാണ് ഈ സ്ത്രീ എന്ന് കൃത്യമായി മനസ്സിലായിക്കൊണ്ട് തന്നെയാണ് അവർ ഇത്രയും സ്നേഹത്തോടു കൂടി അവരോട് പെരുമാറുന്നത്. കൂടാതെ മൂന്നാമത്തെ വിമാനത്തിൻ്റെ പൈലറ്റ് പാരച്യൂട്ട് താഴെ ഇറങ്ങിയ ശേഷം വളരെ കൂളായി നടന്നു പോകുന്ന ദൃശ്യങ്ങളുമൊക്കെ തന്നെ പിന്നീട് പുറത്തു വന്നിരുന്നു. അപ്പോൾ ഏതായാലും കുവൈറ്റിനെ സംബന്ധിച്ചിടത്തോളം, കുവൈറ്റ് ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം തങ്ങളെ രക്ഷിക്കാൻ വന്നവരാണ് ഇവർ എന്നുള്ള കാര്യം അവർ വളരെ കൃത്യമായി മനസ്സിലാക്കിയിരിക്കുന്നു. നേരത്തെ ഇറാഖ് കുവൈറ്റിൽ അധിനിവേശം നടത്തിയ കാലത്ത് അന്ന് അമേരിക്കൻ സൈന്യമാണ് കുവൈറ്റുകാരുടെ രക്ഷയ്ക്കെത്തിയത്. സദാം ഹുസൈൻ്റെ ഭരണത്തെ അവിടെ നിന്ന് അട്ടിമറിക്കുന്നതിനും അതല്ലെങ്കിൽ അവിടെ സമാധാനം പുനഃസ്ഥാപിക്കുന്നതിനുമൊക്കെ തന്നെ അമേരിക്ക തന്നെയാണ് അന്ന് മുൻകൈ എടുത്തത്. ഇപ്പോൾ അമേരിക്കയുടെ സൈനിക താവളം കുവൈറ്റിലുണ്ട്. അപ്പോൾ അവിടെ നിന്ന് പറന്നു പൊങ്ങിയ വിമാനങ്ങൾക്കാണ് ഇത്തരത്തിലുള്ള ഈ ഒരു തെറ്റിദ്ധാരണ മൂലം അപകടം സംഭവിച്ചിരിക്കുന്നത്. ഏതായാലും ഈ ജനങ്ങളും ഈ പൈലറ്റുമാരും തമ്മിലുള്ള ആ ഒരു സ്നേഹബന്ധത്തിൻ്റെ ഒരുപാട് രസകരമായ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്.